ഞാനിത് പരിശോധന അറിയണം. മര്യാദ എടുത്തിട്ട് വെച്ചോളാം. തന്റെ കൊമ്പൊന്നും എടുക്കണ്ട, തന്റെ കൊമ്പൊന്നും എടുക്കണ്ട. അതെ, എനിക്ക് പറയാനുള്ളത് പറയൂ. താൻ വെറുതെ കളിക്കാതെ. താൻ ആരാടോ? ഇവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്ക് വിചാരിച്ചിരിക്കാനില്ല. വെള്ളാപ്പള്ളി നടേശ അങ്ങനെ ഞങ്ങൾ മതസൗഹാർദ്ദമാണ്. ഇവിടെ ശിവഗിരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം, അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ കുന്തക്കാരൻ്റെ ആഗ്രഹം. നിങ്ങൾ ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ, ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താൽ എൻ്റെ അന്ത്യം താരിഖ് വ്യാഖ്യാനിച്ച് ഞാൻ മതവാദിയാണ്, അല്ലെ തീവ്രവാദിയാണ്, അല്ലെ മുസ്ലിം വിരോധിയാണ്, അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്ന് നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത്. ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടായോണ്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള അല്ല ഒരു മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എനിക്ക് പറയാനുള്ള പറയാനാണ്. അല്ല എന്തടിസ്ഥാനത്തില തീവ്രവാദി എന്ന് പറയുന്നത്? എന്റെ അനുഭവത്തിൽ അത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട. എനിക്ക് തീവ്രവാദിന്റെ അടുക്കളുണ്ട്. ഞാൻ വേണ്ട, പറച്ചിലുണ്ട്. അതെ, എനിക്ക് പറയാനുള്ളത് പറയൂ. താൻ വെറുതെ കളിക്കാതെ, വെറുതെ വിരട്ടാ തന്നെ. അയാളെ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയത് പറഞ്ഞു. അത് ആ അടിസ്ഥാനത്തിൽ അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് താൻ എനിക്ക് മനസ്സിലായി? ഞാനിത് പരിശോധന അറിയണം. മര്യാദ എടുത്തിട്ട് വെച്ചോളാം. കുറെ ആയത് ഞാൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെയും കസറ, ഇവിടെ വന്ന് തന്റെ കൊമ്പൊന്നും എടുക്കണ്ട, തന്റെ കൊമ്പൊന്നും എടുക്കണ്ട. പറയണ കേട്ടാ മതി. പറയാൻ വേറെ വല്ലതും വേറെ വിളിച്ച് ചർച്ച. അത് ഞാൻ വിളിച്ചത് താൻ പറഞ്ഞ അതെ, നിങ്ങൾ വേറെ വല്ലയിടത്ത് പോയി ചർച്ച ചെയ്യണം. അതെ, നിങ്ങളുടെ മുമ്പ് ചർച്ച ചെയ്യാനല്ല, തന്റെ മുമ്പ് ചർച്ച ചെയ്യാൻ പറഞ്ഞ് ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. ഇവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്ക് വിചാരിച്ചിരിക്കാനില്ല. കുറേ നാളായി ഇവർ ഈ റിപ്പോർട്ടർമാർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിച്ച് അവർ വലിയ കേമന്മാരാകുക. നിങ്ങളൊന്ന് ആലോചിക്കണം, എഴുത്തച്ഛൻ്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തിരൂർ സ്ഥാപിക്കുന്നില്ല? എല്ലാം ന്യായവാദികളല്ലേ? ആര് തടസ്സകരമായി വയ്ക്കുന്നത്? ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചാടിക്കയറി കൊത്താൻ വന്നത്? അതൊക്കെ വേറെ വല്ലത്തും എടുത്താൽ മതി. ഇവരുടെ ആരുടെയും ആനുകൂല്യത്തിൽ ഇവരെത്ര തെറി പറഞ്ഞിട്ടും എനിക്കൊരു ചുക്കും സമ്പാദിക്കാതെ ഞാനിവരുടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കണത്. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, എനിക്ക് രാഷ്ട്രീയവും ഇല്ല, എനിക്കൊരു രാഷ്ട്രീയപ്പുറത്തെ വാലുമല്ല ചൂലുമല്ല. ഞാൻ ഓരോ രാഷ്ട്രീയാഭിപ്രായങ്ങൾ പറയുന്നു, പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. ആ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ചിലർക്ക് തോന്നും അത് ഇന്നവർക്ക് അനുകൂലമാണ്, മറ്റുള്ളവർക്ക് അനുകൂലമല്ല. അങ്ങനെയല്ല. എപ്പോഴും ഞാൻ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കേട്ട് ഞാൻ പിണറായിയുടെ ജഹുവായിട്ട് പറയും. ഞാൻ പിണറായിയുടെ ജഹു എന്നല്ല. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം ഗുണം വരും. ഇപ്പം തന്നെ CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനെന്താ കാരണം TV തോമസ്, MM ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ല. ഞാൻ കാലത്ത് പോലും
ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നത്, അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞോ? ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ, അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട്. അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിന് പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി. ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിലുണ്ടായില്ലേ. പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി വളരുകയും അതിനെ CPM-ൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി അവിടെ ഓഫീസിൽ പോയി ചേർത്തിടാൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റ് അവർ ചെല്ലാതിരിക്കുകയും ഇതെല്ലാം മാധ്യമങ്ങളിൽ പുറത്താക്കി മ്പോൾ അതിന് വരുന്നതെന്താണ്? ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യമുണ്ടെന്ന്. ആ അനൈക്യം എന്ന് പറയുന്നത് കാണിക്കാതെ അകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് പകരം പുറത്ത് ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ആ ചർച്ചയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കണം, പലപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നയവും നയപരിപാടികളുമായിട്ട് പലപ്പോഴും ഈ കേരള ഗവൺമെൻറ്റിന് യോജിക്കാനൊക്കെ വരും. പല യോജിപ്പും വിയോജിപ്പും നിലനിൽക്കുമ്പോൾ പോലും പലതിനോടും യോജിച്ചും വിയോജിച്ചും മാത്രമേ ഒരു കേരള ഭരണം കൊണ്ടുപോകുന്നത്. ഇത് ഈ കേരള ഭരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് കീഴിലാണ് ഓരോ പ്രദേശങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോയി എങ്കിൽ അതുകൊണ്ട് രാജ്യത്ത് കുറേ അധികം സമ്പത്ത് കിട്ടുക എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ ഗവൺമെൻറ് ചെയ്തപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചു എങ്കിൽ അത് ശരിയായാലും തെറ്റായാലും അതിനകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് പകരം അത് വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ഒന്നാമത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, എൻ്റെ പ്രായം, എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്ത് ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ ചോദിച്ചത്, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിന് മനുഷ്യൻ നമ്മൾ ഇവിടെ വെച്ച് ഇത് വേണോ? ഇത് ശിവഗിരിയാണ്, ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ കാര്യക്കാരവും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അവർ സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ഈ ഇരിക്കണ റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കല്ല, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വടിയും പിടിച്ച് എൻ്റെ നേരെ ഇങ്ങോട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞ് ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം, റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSF-ൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്, ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല, ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവർ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവരെത്തുന്നവർ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ, അതിൻ്റേതൊരു മര്യാദയും വേണ്ട എന്നോട് സംസാരിക്കാൻ, ഒരു ദാർഢ്യത്തോട് സംസാരിക്കാൻ. ഞാൻ അപ്പോൾ ഇപ്പറേ നിൽക്കുന്നവർ ഉണ്ട്, അവരെല്ലാം വളരെ എന്നെയായിട്ട് ഞാനുടനെ ഇയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി എന്നുള്ളത് ശരിയാണ്.